അത് ഗാംബ്ലിംഗ് ആപ്പ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്. ഗാംബ്ലിംഗ് ആപ്പ് അത് സൂപ്പർ ടോപ്പിക്കാ. നീ ഇന്നലെ അല്ലേ അതെ അതെ കണ്ണാപ്പി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിൽ തുടങ്ങാം, ജസ്റ്റ് ഒരു ഡെമോ. അപ്പൊ എടാ കണ്ണാപ്പി, നമ്മള് പോഡ്കാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യും കേട്ടോ. ഇപ്പൊ ലൈവ് ആരും കാണുന്നില്ല. 5300 പേര് ഇവിടെ ഇല്ല. നമ്മളിപ്പോ പോഡ്കാസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് പറയാണ് കണ്ണാപ്പി, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് പൈസ കിട്ടുന്നു. ഓക്കെ, അവര് പൈസ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് കാരണം വേറൊരാൾക്ക് ദോഷം ഉണ്ടാകുന്നു, ഇതൊന്നും അവര് നോക്കുന്നില്ല. ജസ്റ്റ് ആ പൈസ മേടിക്കുന്നു, അവർ പറയുന്ന സാധനം പ്രൊമോട്ട് ചെയ്യുന്നു, അവർ ഉത്തരവാദിത്തം അവിടെ കഴിയുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അതിനോട് നീ യോജിക്കുന്നുണ്ടോ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു കുറെ വ്യൂസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മളീ ഭയങ്കര വിശ്വസിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ നമ്മൾ പറയുവാണ് എന്തിനാണ് ഇതുപോലെ നമ്മൾ ഇന്നൊരു ആപ്ലിക്കേഷൻ കളിക്കുന്നവർ അവരെ കാണിക്കുക. ഓഫ് കോഴ്സ് അവരും നമ്മളിപ്പോ ഒന്നിട്ട് ഇപ്പൊ 1000 ഇട്ട് 1000 പോയി ആദ്യം, പിന്നെ ഒരു 1000 ഇട്ടിട്ട് അതൊരു 5000 ആക്കി നമ്മൾ ലൈവ് കാണിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ ലൈവ് കാണുന്ന കൊച്ചു പിള്ളേർ എത്ര പേര് ഇപ്പൊ അവരുടെ 100 രൂപ കാണത്തുള്ളൂ. 100 ഇട്ട് ഇതാവും, 100 ഇട്ട് അവർക്ക് 500 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് അതൊരു അഡിക്ഷൻ ആവും. ഇതൊരു അഡിക്ഷൻ കാറ്റഗറിയിലോട്ട് പോകുന്നൊരു സാധനമാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല. അതുപോലെ തന്നെ അണ്ണ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എടാ അത് ഈ നമ്മുടെ ലൈവ് ത്രൂ ഉണ്ടല്ലോ, ലൈക്ക് ഇപ്പൊ നമ്മളെ ലൈവ് ത്രൂ ഒരു കാര്യം ചെയ്യുമ്പോ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എക്സാമ്പിൾ പറയാണ്, ഈ സ്കിൻസ് കാര്യങ്ങളൊക്കെ ഇല്ല ഗെയിമില്. നമ്മളിപ്പോ സ്ട്രീമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ അതൊക്കെ എടുക്കുമ്പോ പോലും കണ്ടോണ്ടിരിക്കുന്ന ചെറിയ പിള്ളേരിൽ ഈ പറയുന്ന പോലെ ഒരു ഇത് വരും. അതായത് ഒരു ത്വര വരും, ഗ്ലേസിയർ എടുത്താൽ കൊള്ളാം, അങ്ങനത്തെ. നമ്മള് വാട്ടെവർ ആസ് എ ഗെയിമിംഗ് സ്ട്രീമർ നമ്മുടെ ഇത് കാണുന്ന ആൾക്കാർക്ക് അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു ത്വര വരും. ഈ സെയിം സാധനമാണ് ഈ പറയുന്ന ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള സാധനം ഗാംബ്ലിംഗ് സാധനങ്ങൾ. ഈ ഗാംബ്ലിംഗ് സാധനങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ തരുന്ന പേയ്മെന്റ് മേടിച്ചിട്ട് നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി അവിടെ കഴിയും. അതല്ല, അവർക്ക് സൊസൈറ്റിയോടൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് എപ്പോഴും ചെയ്യണം. കാരണം നമ്മളെ 4 പേര് അറിയാൻ തുടങ്ങിയത് നമ്മൾ നല്ല കുറച്ച് കാര്യങ്ങളും കോണ്ടന്റ്സും ഇട്ടട്ട അത് കഴിയുമ്പോ അവരെ ദ്രോഹിക്കുന്ന രീതിയിലത്തെ സാധനം നമ്മൾ തിരിച്ചു ചെയ്യുമ്പോൾ ലൈക്ക് അത് ഒരിക്കലും വേർത്തി ആയിട്ടുള്ള സാധനം, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. നാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാളുടെ ലൈഫ് സിറ്റുവേഷൻ ഭയങ്കര ശോകമായെന്ന് വിചാരിച്ചോ, അതായത് ഈ ഒരു ഗാംബ്ലിംഗ് ആപ്പ് ഒക്കെ കളിച്ചിട്ട് അവൻ എന്തെങ്കിലും ചെയ്താല് അത് പ്രൊമോട്ട് ചെയ്ത് അവന് ഫീഡ് ചെയ്ത് കൊടുത്ത ആളതിന് ഉത്തരവാദിയാണ്. ഉറപ്പായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ലിറ്ററലി അല്ലെങ്കിൽ എനിക്ക് എന്റെ കൂടെയുള്ള ആൾക്കാർ അത് ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യം ചെയ്താൽ അന്നേരം എടുത്ത് കിട്ടും, അത്രേ ഉള്ളൂ. അതുപോലെയാണ് ഇതിപ്പം ഏജൻസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു മാഫിയ പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോ ആപ്ലിക്കേഷൻ ഓരോ ഏജന്റ് പോലെയാണ് ഓരോ ഇൻഫ്ലുവൻസേഴ്സ്. ആണ് അതൊക്കെ കാണുന്നുണ്ട്. അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം, ഇപ്പൊ നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ലൈക്ക് ഇപ്പൊ ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ, ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെയിലി കാണാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താ, അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഫിഷിംഗ് ഫ്രീക്ക് ആണെങ്കിൽ പുള്ളി മറ്റേ കിളിക്കൂടിന്റെ വീഡിയോ ഇട്ടാൽ നല്ല കമന്റ്. പുള്ളി ഒന്ന് അമേരിക്ക വരെ പോയി ചൂണ്ടിടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രോ കിളിക്കൂടില്ലേ, കിളിയത്ത് പോയോ, കിളി തൂർന്നില്ലേ, അതാണ് കമന്റ്. അപ്പൊ ഓഡിയൻസ് ഒരു സാധനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന്. ആ എക്സ്പെക്ട് ചെയ്യുന്ന സാധനം അവരുടെ അടുത്ത് നിന്ന് കിട്ടാതെ വരുമ്പോ തന്നെ അവര് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ ഈ ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ ഇടുമ്പോ അവർക്ക് മറ്റേ ആ ഒരു കോണ്ടന്റിനോ അല്ലെങ്കിൽ ക്രിയേറ്ററിനോടുള്ള ഒരു ഇഷ്ടമേ പോയി കിട്ടും. അതായത് ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ നമ്മുടെ നാട്ടിലെ ക്രിയേറ്റേഴ്സ് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്തെന്ന് പറയട്ടെ. ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന ഒരു ചോദ്യം, 500K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ, നല്ല വ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്, അവന് ഇതുപോലത്തെ ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പ്രൊമോഷൻ വരുന്നു, പുള്ളി ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുക, ഒരു 3-4 വീഡിയോ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഒരു 3-4 വീഡിയോ ചെയ്ത് ആ വീഡിയോക്ക് എല്ലാം കൂടെ പുള്ളിക്ക് ഒരു 5 ലക്ഷം രൂപ അവർ കൊടുക്കാന്ന് പറഞ്ഞു വിശ്വസിക്കും. 500K ഉള്ള ഒരു ചാനലിന് ഒരു 5 ലക്ഷം രൂപ കൊടുക്കാന്ന് വിശ്വസിച്ചു. അപ്പൊ പുള്ളി കാണിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്താന്ന് വെച്ചാൽ ആ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നതാ. കാരണം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് പുള്ളിയുടെ ചാനലിന്റെ ഒരു
വിശ്വസിച്ചിരുന്ന പകുതി ആൾക്കാരുടെ ട്രസ്റ്റ് അവിടെ കളഞ്ഞ് ആ ചാനലിന്റെ റീച്ച് അങ്ങ് കളയും. സത്യം. ഈ പൈസയുടെ 3 ഇരട്ടി പുള്ളിക്ക് ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ അടുത്ത 1 വർഷം കൊണ്ട് ആ ചാനൽ വഴി തന്നെ ഉണ്ടാക്കായിരുന്നു. അവിടെയാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. ഇതിലെന്ന് വെച്ചാല് ഇവര് ചിന്തിക്കുന്നില്ല. ഈ ഇപ്പം യൂട്യൂബ് ആണെങ്കിലും എന്താണെങ്കിലും ഇതൊരു ലോങ് ടൈം പ്രോസസ് ആണ്. ഇതിന്ന് ലോങ് ടൈം ഇൻകം കിട്ടുമെന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് പെട്ടെന്ന് ഇൻകം വേണം, പെട്ടെന്ന് കോടീശ്വരണം. ചേറി ഇരിക്കുമ്പോഴേ പൈസ വന്നോണ്ടിരിക്കണം. അന്നേരത്തെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എടുത്ത് ചെയ്യുന്നതും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പയ്യെ റിട്ടേൺ ബാക്ക് വരുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്ക് ഒരുമിച്ച് കുറെ പൈസ കിട്ടുന്നതും പയ്യെ അത് കിട്ടുന്നതും തമ്മിൽ നമുക്ക് ലൈക്ക് നമ്മളെല്ലാവർക്കും ലൈഫില് ഈ പൈസ വരുന്നതിനനുസരിച്ച് നമ്മുടെ ലിവിങ് സ്റ്റൈൽ മാറും. അപ്പൊ ലിവിങ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ 1 മാസം 5 ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടുന്നതും 5 മാസമായിട്ട് 1 ലക്ഷം രൂപ വെച്ച് കിട്ടുമ്പോഴും നമ്മുടെ എക്സ്പെൻഡിച്ചർ ഡിഫറന്റ് ആയിരിക്കും. നമ്മൾ ചെലവാക്കുന്നത് ഒക്കെ ഡിഫറന്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റേബിൾ ഇൻകം എപ്പോഴും നല്ലത്, അല്ലാതെ മോർ ഇൻകം അല്ല. ഒരേപോലത്തെ ഇൻകം മൾട്ടിപ്പിൾ ടൈംസിൽ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം. അതെ 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 അതെ. അപ്പൊ ഇനി അടുത്ത എന്താണ് ബോബ്, നീ ഇവിടെ എന്തിനിരിക്കുന്നു? ബോബോയ് മറ്റേ അടിച്ചു വെച്ച സ്റ്റാച്യു പോലെ കണ്ണാപ്പി. അതെ അതെ അതെ. ഇവിടുത്തെ തലമുറയിലെ പിള്ളേര് ബോബോയ് ബ്ലണ്ടർ അടിച്ചിരിക്കുന്നത്. അതെ 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 അതെ. ബോബോയ് ആരെങ്കിലും കണ്ണാപ്പി ഇത്ര വിവരമൊക്കെ ഉണ്ടായിരുന്നോ? അണ്ണം വിത്ത് കുണ്ടൻസ് ജോക്കർ അണ്ണ ഗുഡ് പ്രസന്റിങ്. അണ്ണ ഗുഡ് പേരന്റിങ്ങിനെ പറ്റി പറ. ശ്യാം പ്രസാദ് ബ്രോ 40 rupees. ഗുഡ് പേരന്റിങ്. അത് ഗുഡ് പേരന്റിങ് എന്ന് പറയുമ്പോ ഇപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനാണ് ഇപ്പൊ നമുക്ക് ഞാൻ പറയട്ടെ, നമ്മളെ ഇപ്പൊ എന്തൊരു കാര്യത്തിലാണ് അവർ റെസ്ട്രിക്ട് ചെയ്യുന്നത് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, ചില കാര്യത്തിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം നമ്മളൊരു ഏജ് ഒക്കെ ആയിക്കുമ്പോ ഇങ്ങനെ ഒരു 16-17 വയസ്സൊക്കെ ആകുമ്പോൾ ഈ എന്റെ അഭിപ്രായത്തിൽ അവരറിയാതെ നമ്മൾ പോയി ഒളിച്ചു പോയി വെള്ളം ഒഴിക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ചെയ്യരുത്. കാരണം ഇതെല്ലാം അവരറിയണം, കാര്യമായിട്ട് പറഞ്ഞാണ്. കാരണം അങ്ങനെയാണ് ഇതെല്ലാം അവരറിയണ്ടായോണ്ണ. ഞാൻ ഒരു കാര്യം പറയട്ടെ കണ്ണാപ്പി, ഈ പേരന്റിങ് എന്ന് പറയുന്ന കാര്യമോ അല്ലെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം വെച്ചിട്ട് ഒരു കാര്യം പറയാനാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടില് ടീച്ചർമാര് തല്ലിയ വരെ കേസാവുന്ന കാലമാണ്. എന്നെയൊക്കെ എന്റെ ടീച്ചർ ചെകിളം പോലൊക്കെ അടിച്ചിട്ടുണ്ട്, മറ്റേ വടി വെച്ച് കീറിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല. കാരണം അവർക്കറിയാം മീൻസ് മോനെ മറ്റേ ഇതാക്കാൻ വേണ്ടി നന്നാക്കാൻ വേണ്ടിയാണ് സ്കൂളാകുമ്പോ തല്ല് ടീച്ചർ. ഇപ്പൊ അങ്ങനല്ല, അച്ഛൻ തല്ലിയാല് അമ്മ തല്ലിയാല് കേസ് ആവുന്ന കാലമാ. ഈ സമയത്ത് റെസ്പെക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം നടക്കത്തില്ല. മെയിൻ കാര്യം ഇപ്പം എന്റെയൊക്കെ കൊച്ചില് എനിക്ക് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്, നല്ല എന്ന് കരുതി പിള്ളേരെ തല്ലി കൊല്ലുന്നു വളർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ പേരന്റിങ്ങിലും തന്നെ ഇപ്പൊ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഓൾറെഡി നമ്മുടെ നിയമം, ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് പോലും നിയമവും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നിയമവും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും പേരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത മറ്റേ കേസാക്കാൻ പറ്റും, ലീഗലി മൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള തോട്ട് പിള്ളേർക്ക് ഇപ്പോഴും. ഇപ്പൊ നമ്മൾ ജനിച്ചു വീണ് ഇപ്പൊ ഒരു 3 അല്ലെങ്കിൽ 4 വയസ്സ് അല്ലെ ഒരു 4-4.5 വയസ്സാകുമ്പോഴേ പിള്ളേരുടെ ഫോൺ വരും. ഇപ്പൊ പിള്ളേരുടെ ഫോൺ വരുമ്പോ ആദ്യമായിട്ട് അവരെന്തായിരിക്കും അറിയുന്നത്, കൂട്ടുകാർ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യുക. അതിൽ തന്നെ എത്ര ന്യൂസ് ചാനൽസ് ഉണ്ട്, അതിൽ തന്നെ എത്ര ന്യൂസ് ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കുറെ ആൾക്കാരില്ലേ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ന്യൂസ് അല്ലെ സെക്ഷൻ വകുപ്പ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ, ഇവർക്കൊക്കെ നമ്മളെക്കാട്ടി ഇത്ര അപ്ഡേറ്റഡ് ആണ് ഇവര് ഓൾറെഡി. ഇപ്പൊ അണ്ണൻ ഇപ്പൊ ഒരു 10 വയസ്സുള്ള പയ്യന്റെ അടുത്ത് അണ്ണൻ ഇന്നൊരു ടോപ്പിക് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. പണ്ടത്തെ അതേപോലെ ഒരു കാലത്ത് അണ്ണന്റെ ആ ഒരു സമയത്ത് ഇപ്പൊ അണ്ണന്റെ ഇവിടുത്തെ കൂട്ടുകാരാണ് മറ്റേ മാക്കിന്റെ അടുത്ത് ഇതേപോലെ ടോപ്പിക് വെച്ച് പറയാൻ പറ്റുമോ? ഇല്ല, ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഇന്നത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആയി പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിനം പ്രതി പിള്ളേർ ജനിക്കുന്നതോടെ ഫോണിന്റെ എണ്ണം കൂടുകയാണ്. ഓരോ ഫോണിന്റെ സെയിൽസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരുണ്ടാകുന്നതിനനുസരിച്ച് ഫോണിന്റെ സെയിൽസ് കൂടുന്നു എന്നാണ് നിന്റെ അഭിപ്രായം? കൂടുതലടാ. പോഡ്കാസ്റ്റ് ക്ലോസ്. ഇവനെ വെച്ചൊക്കെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ. പിള്ളേരുണ്ടാവുന്നതിനനുസരിച്ച് ഫോണിന്റെ സെയിൽസ് കൂടുന്നു. ഇക്കടക്കിന് ഇവൻ പറയല്ലോ സാംസങ് കാശ് കൊടുക്കുന്ന ആൾക്കാർ പിള്ളേരുണ്ടാക്കണേന്ന്.